जा दिल में नहीं बेताबिया, ये इश्क है सांसों में है अब जो रवा। आजा अब कैसा शर्माना, बन गया मैं तेरा दीवाना। धीरे धीरे से मेरी जिंदगी में आना, धीरे धीरे से मेरे दिल को चुराना। तुमसे प्यार हमें है कितना जाने जाना, तुमसे मिलकर तुमको है बताना। ഹലോ ആർമീസ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖമാണ്. വലിയൊരു ഇടവേളയൊന്നും എടുക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ തിരികെ വന്നു. നേരത്തെ ചോദിച്ചതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. പിന്നെ വിമിൻ റിക്വസ്റ്റ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് വിമിൻ FFO അല്ലെങ്കിൽ വൺ ഷോട്ടോ ആയിരിക്കും. പിന്നെ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന സ്റ്റോറിയെക്കുറിച്ച് ഞാൻ തുടക്കത്തിലെ ഒന്നും പറയുന്നില്ല. നിങ്ങൾ ഒരു ഐഡിയ ഇല്ലാതെ കണ്ടു തുടങ്ങുന്നതായിരിക്കും നല്ലത്. ഞാൻ എന്തെങ്കിലും ഒരു ഹിൻഡ് തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു എക്സ്പെക്റ്റേഷൻ വച്ചായിരിക്കും കാണുക. അപ്പം ഞാൻ ഈ കഥയെക്കുറിച്ചോ കഥാപാത്രങ്ങളെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല. നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എക്സ്പീരിയൻസ് എന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുമ്പോൾ ഞാൻ വേണമെങ്കിൽ എന്തെങ്കിലും പറയാം ഓരോ ക്യാരക്ടറിനെ കുറിച്ച്. പിന്നെ പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ പറയാനില്ല. ഞാൻ കുറേ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് പകുതിയിൽ വെച്ച് നിർത്തിയൊരു സംഭവം, പുതിയ സ്റ്റോറിയാണ്. കണ്ട് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു മോട്ടീവ്. അപ്പോൾ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിത് പറഞ്ഞിട്ട് തന്നെ കുറേ മാസങ്ങളാകുന്നു തോന്നും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഞാനത് പറയാറില്ല, കാരണം എൻ്റെ പിള്ളേരല്ലേ പറയാണ്ട് ചെയ്യും എന്ന് കരുതും. പക്ഷേ ഞാനൊരു 17K ഒരു 15 കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു 20 ആകാൻ വേണ്ടി ഇങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ചിങ്ങനെ കാത്തിരിക്കുകയാണ്. കാരണം കയറി വരും കുറഞ്ഞു പോകും, കയറി വരും കുറഞ്ഞു പോകും. കാരണം ഞാൻ എന്തെങ്കിലും ഒരു പുതിയ അനൗൺസ്മെൻറ്റ് ചെയ്യുമ്പോൾ കുറഞ്ഞു പോകും. സാധാരണ പുതിയൊരു അനൗൺസ്മെൻറ്റ് വരുമ്പോൾ കൂടുകയാണ് ചെയ്യുന്നത് എല്ലാവർക്കും. പക്ഷേ എനിക്ക് മാത്രം പണ്ട് മുതലേ ഉള്ളതാണ്, പുതിയൊരു അനൗൺസ്മെൻറ്റ് വന്നു കഴിയുമ്പോൾ എനിക്കുള്ള സബ് കുറഞ്ഞു പോവുകയാണ് ചെയ്യാറ്. ഇപ്പം ഞാൻ സ്ലോ പോയ്സൺ അനൗൺസ് ചെയ്ത സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നത് കുറഞ്ഞു പോയി. അപ്പോൾ മുമ്പ് നമ്മൾ പൊതുവേ ഒരു പുതിയ അനൗൺസ്മെൻറ്റ് വരുമ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും. പക്ഷേ എനിക്ക് ഉള്ള സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞു പോകും. അത് ചിലപ്പോൾ മറ്റെന്തെങ്കിലും പ്രതീക്ഷിച്ചിരുന്നിട്ട് അത് കിട്ടാണ്ടാവുമ്പോഴായിരിക്കും ഇനി ഇതിനെ നോക്കിയിരുന്നിട്ടൊരു കാര്യമില്ല, നമുക്ക് നമ്മുടെ കാര്യം നോക്കുന്നതായിരിക്കും നല്ലത്, അങ്ങനെ വിചാരിച്ചിട്ട് പോകുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നീട് ആ പുതിയ സ്റ്റോറി വന്നു കഴിയുമ്പോൾ ഒരു ചെറിയൊരു കയറലുണ്ടാവും. പക്ഷേ എൻ്റെ ഫ്രണ്ട്സിനോട് റിലേറ്റീവ്സിനോട് ഇപ്പോൾ എത്ര K 17K, ഇനി കുറേ നാളുകൊണ്ട് 17K തന്നെ നിൽക്കുകയാണല്ലോ എന്നിങ്ങനെ പറയാം. അപ്പോൾ ഞാൻ ഇത് എപ്പോഴെങ്കിലും എന്തെങ്കിലും 20 ആവും. എനിക്ക് ശേഷം തുടങ്ങിയവരൊക്കെ എപ്പോഴേ 20 ആയി. എനിക്ക് മാത്രം എന്താണ് ഈ 17 കിടന്ന് ഇങ്ങനെ എഴയുന്നതെന്ന് മനസ്സിൽ വിചാരിക്കും. പക്ഷേ എന്നാലും സാരമില്ല. പക്ഷേ എന്നാലും ഒന്ന് ആയി കാണാനൊരു മനസ്സിൽ ഒരു എന്താ പറയുക, ഒരു ദുരാഗ്രഹം. 20K അല്ലെങ്കിൽ 30K അങ്ങനെയൊക്കെ അപ്പോൾ പറയുമ്പോൾ പറയാം എനിക്ക് 20K ഉണ്ട് എന്നൊക്കെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ ഇനി മുതൽ മാക്സിമം കമൻസുകൾക്ക് റിപ്ലൈ തരാനും പിന്നെ മാക്സിമം മനസ്സിലൊരു പ്രതിജ്ഞ ഞാൻ ഈ സ്റ്റോറി തുടങ്ങുമ്പോൾ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ മാക്സിമം നേരത്തെ ലാഗടിപ്പിക്കാതെ തന്നെ നിങ്ങളിലേക്ക് സ്റ്റോറി എത്തിക്കണം എന്നുള്ളൊരു പ്രതിജ്ഞ കൂടി ഞാൻ ഈ ഒരു സ്റ്റോറിയിൽ എടുക്കുന്നുണ്ട്. അറിയില്ല എങ്ങനെയായി തീരുമെന്ന്. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലോട്ട് പോകാം.
ബെല്ലടിച്ചല്ലോ. ഈ കൗശി എന്താടാ കാണാത്തെ? ആ നീ ആ സ്നേഹം വന്നോ നോക്കിയേ. ഏയ് അവളും എത്തിയിട്ടില്ല. ആ എങ്കിൽ രണ്ടുപേരും കൂടി ക്ലാസ് കട്ട് ചെയ്ത് കറങ്ങാൻ പോയി കാണും. പോടാ, അവൻ അങ്ങനെയൊന്നും പോകത്തില്ല. വേറെ എന്തെങ്കിലും ആയി കാണും. ആ ഇത് വരുന്നുണ്ടല്ലോ രണ്ടാളും. ഒന്ന് വേഗം ആണെങ്കിൽ വാടാ, ക്ലാസ് തുടങ്ങി. ആ അതാ വരുന്നോ. എന്താ ഇത്ര ലേറ്റ് ആയത്? രാവിലത്തെ ക്ലാസ് റീന മിസ്സാണെന്ന് അറിയില്ലേ? ഇന്ന് അവർ എന്തെങ്കിലും നമ്മളെടുത്ത് കൂടെ നോയിക്കോ. ഹാ ഞാൻ കാരണമാണോ? ഇവള് കാരണോ? ഇവളെയും കൊണ്ട് വരാൻ നിന്നല്ല ഞാൻ താമസിച്ചത്. അതിന് നീ അവളെയും കൂടെ എഴുന്നള്ളിക്കാൻ വേണ്ടി നിൽക്കുന്നത് എന്തിനാ? നീ +2 അല്ലേ, അവൾ +1 അല്ലേ? നിങ്ങൾ രണ്ട് ക്ലാസ് അല്ലേ? പിന്നെ ഇതിന് നീ അവളെ നോക്കി നിൽക്കുന്നേ? ആ ശരി, ഇനി എന്തായാലും സംസാരിച്ചിട്ട് കാര്യമല്ല. നമുക്ക് പോയി അവർ തരുന്നത് എന്താ വെച്ചാൽ വാങ്ങിക്കാം. ആ അത്ര തന്നെ, കൂടി പോയാലും ഒരടി, അത്രയല്ലേ ഉള്ളൂ എന്നോ? ക്ലാസ്സിലെ പെൺപിള്ളേരുടെ മുന്നിൽ വെച്ച് അടി വാങ്ങുന്നതേ നിനക്ക് നല്ല സുഖമായിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. അതെന്താ നിനക്ക് കൊമ്പുണ്ടോ? അല്ലടാ, അവനാണെങ്കിൽ ക്ലാസ്സിൽ ആളുണ്ടല്ലോ, അവളുടെ മുമ്പിൽ വെച്ച് അടി വാങ്ങുന്നത് മോശമല്ലേ? ഓ അങ്ങനെ. മേ ഐ കമ്മിങ് മാം? കൗശിക്, നിങ്ങൾ ഇന്നും ലേറ്റാണോ? അല്ല മാം, അത് ഒന്നും പറയണ്ട. എന്ന് നിൻ്റെ കസിൻ ലേറ്റായ കഥയിലേ പറയാനുള്ളത്. എനിക്കതൊന്ന് കേൾക്കണ്ട. നിങ്ങളിന്ന് എൻ്റെ പീരീഡ് അറ്റൻഡ് ചെയ്യണ്ട, പുറത്ത് നിന്നാൽ മതി. ഓ എല്ലാം ഒറ്റ കാരണം. അവനും അവൻ്റെ ഒരു കസിന്. ഇത് വെറും കസിനല്ലല്ലോ, അമ്മായിയുടെ മോളല്ലേ? അമ്മായിയുടെ മോൾ. നിനക്ക് അവളുടെ മേലൊരു കണ്ണുണ്ടല്ലേടാ? കണ്ണോ? പോടാ അവിടെ നിന്ന്. നിന്നെ ഞാൻ തൂക്കും മോനെ. മാം മേ ഐ? സ്നേഹ, ഇത് നിനക്ക് സ്ഥിരം പരിപാടിയാണല്ലോ. ക്ലാസ് തുടങ്ങി 15 മിനിറ്റായി. സോറി മാം, ഭയങ്കര ട്രാഫിക്കായിരുന്നു. അതിന് നീ വണ്ടിയിലല്ലല്ലോ വരുന്നേ? അല്ല, വണ്ടിയിൽ വരുന്നവർക്ക് ട്രാഫിക്കായിരുന്നു, അപ്പോൾ എനിക്കും ട്രാഫിക്. മതി കള്ളം പറഞ്ഞത്. കയറിയിരിക്കും. താങ്ക് യു മാം. അവൾ അവളുടെ ബെഞ്ചിലേക്ക് ഇരിക്കാൻ തുടങ്ങുമ്പോഴാണ് അവിടെ അതുവരെ പരിചയമല്ലാത്തൊരു പെൺകുട്ടിയെ കണ്ടത്. അല്ല, കുട്ടി പുതിയതാ? ന്യൂ അഡ്മിഷനാണോ? ഏത് സ്കൂളിലായിരുന്നു മുമ്പ്? കുട്ടിയുടെ പേരെന്താ? സ്നേഹ. താമസിച്ച് വന്നതും പോരാഞ്ഞിട്ട് ടെക്സ്റ്റ് നോട്ട് കൊടുക്കാതെ ആ കുട്ടിയുടെ ശല്യം ചെയ്യുവാണോ? അല്ല മാം, പുതിയ കുട്ടിയാണെന്ന് ചോദിച്ചതാ. പുതിയത് തന്നെയാണ്. കണ്ട് മനസ്സിലാകുന്നില്ല? നീ ആ കുട്ടി ശല്യം ചെയ്ത ടെക്സ്റ്റ് എടുക്ക്. സോറി മാം. അല്ല, കുട്ടിയുടെ പേരെന്താ? സംസാരിക്കില്ലേ? ഊമയാണോ? സ്നേഹ, നീ ഇവിടെ എന്താ ചെയ്യുന്നേ? ഒന്നുമില്ല മാം. അതിനുശേഷം സ്നേഹ ഒന്നും മിണ്ടില്ല. വലിയ ചാടക്കാരിയാണെന്ന് തോന്നുന്നു. ക്ലാസ് കഴിഞ്ഞ് ടീച്ചർ പോകാൻ ഒരുങ്ങിയിരുന്നു. സ്നേഹ, ആ കുട്ടി മറ്റൊരു ബോർഡിംഗ് സ്കൂളിൽ നിന്നാണ് വന്നത്. അപ്പോൾ ചിലപ്പോൾ നോട്ടുകൾ തന്നെ വ്യത്യാസം കാണും. താൻ അതിന് തന്നെ നോട്ട്സൊക്കെ ഒന്ന് കൊടുത്തേക്കും. ഓക്കെ മാം. ടീച്ചർ പോയിക്കഴിഞ്ഞതും സ്നേഹ ചെറിയ നീരസത്തോടെ അവളെ നോക്കി. കാരണം അവൾ അതുവരെ ചോദിച്ചതിനൊന്നും അവൾ മറുപടി പറഞ്ഞില്ലല്ലോ. എന്തായാലും അവൾ അവളുടെ നോട്ട്സൊക്കെ ആ കുട്ടിക്ക് കൊടുത്തു. ഒപ്പം ഒരു ചോദ്യവും. അല്ല, നീ എന്താ ഈ ബോർഡിംഗ് സ്കൂളൊക്കെ വിട്ട് ഈ പട്ടിക്കാട് സ്കൂളിലേക്ക് വന്നേ? മിത്ര. എൻ്റെ പേര് മിത്ര. പേരോ? അത് ഞാൻ അരമണിക്കൂർ മുമ്പ് ചോദിച്ചതല്ലേ, ഇപ്പോഴാണോ മറുപടി തരുന്നേ? അല്ല, മാം നിന്നതുകൊണ്ടാ. ഓ, മാം നിൽക്കുന്ന സമയത്ത് നീ സംസാരിക്കില്ല? അല്ല, ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് സംസാരിക്കുന്നത് തെറ്റല്ലേ? ഓഹോ, അതുകൊണ്ടാണോ നീ എന്നോട് മിണ്ടാതിരുന്നത്? ഞാൻ കരുതി ജാടയായിരിക്കുന്നു. സോറി. മിത്ര എവിടെയാണ് താമസിക്കുന്നത്? അല്ല, മിത്ര എന്താ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂൾ മാറിയത്? അത് ഞങ്ങൾ താമസം ഷിഫ്റ്റായി വന്നതുകൊണ്ടാണ്. ഓ ഓക്കെ. ഈ സ്കൂൾ ഇഷ്ടമായോ? ഇവിടുത്തെ ചെക്കന്മാരെയോ? വെറുതെ ചോദിച്ചതാ. അതിനവൾ മറുപടി ഒന്നും പറഞ്ഞില്ല. അതിന് മാത്രമല്ല, പിന്നീട് ടീച്ചർ വന്നതുകൊണ്ട് മിത്ര അതിന് ശേഷവും ഒന്നും മിണ്ടിയില്ല.
അവൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒന്നും സംസാരിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് സ്നേഹയും ഒന്നും ചോദിക്കാൻ പോയില്ല. പിന്നീട് ലഞ്ചിൻ്റെ സമയത്ത് മിത്രയും സ്നേഹയും ഒരുമിച്ചാണ് ഇരുന്നത്. ആ സമയത്തും സ്നേഹ കുറേ സംസാരിച്ചെങ്കിലും മിത്ര അതിനൊന്നും മറുപടി പറഞ്ഞില്ല. ഇവക്കെന്താ ഇടയ്ക്കിടയ്ക്ക് ചെവി കേൾക്കില്ലേ? അല്ല, സ്നേഹ എന്താ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് ചോദിച്ച്? അത് ഞാൻ അപ്പോൾ ചോദിച്ചതല്ലേ, എനിക്കിപ്പോൾ മറന്നുപോയി. അല്ല, അപ്പം ഞാൻ പറഞ്ഞതല്ല നീ കേട്ടായിരുന്നോ? എന്നിട്ടെന്താ നീ എനിക്ക് ആ സമയത്ത് മറുപടി പറയാതിരുന്നേ? അത് ഫുഡ് കഴിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ലല്ലോ, അതാ. ഓ ഓക്കെ ഓക്കെ. അപ്പം നീ ഇതുപോലെ സംസാരിക്കാൻ പാടില്ലാത്ത ടൈം വേറെ ഏതെങ്കിലും ഉണ്ടോ? എങ്കിലും അതും കൂടി പറഞ്ഞേക്ക്. അപ്പോൾ എനിക്ക് വെറുതെ ഈ വായിട്ട് കളിക്കണ്ടല്ലോ. അത് ടോയ്ലറ്റിൽ പോകുമ്പോൾ. അവിടെ ഞാൻ എന്തായാലും വരാൻ പോകുന്നില്ല. പിന്നെ ഈ സ്നേഹ ഒരുപാട് സംസാരിക്കുന്നുണ്ടെങ്കിലും മിത്ര അത് മിണ്ടാതെ കേട്ടിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ സ്നേഹ മിത്രയുടെ കാര്യം കൗശിക്കിനോട് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് ഇതുപോലെ ശീലങ്ങളുള്ള പെൺകുട്ടിയോ? അതേടാ, എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കും. ക്ലാസ്സിൽ ഇനി ഭൂകമ്പം ഉണ്ടായാലും ശരി അവളത് മൈൻഡ് ചെയ്യില്ല. അതാ ഈ ബോർഡിംഗ് സ്കൂളിൽ പഠിച്ചതിൻ്റെ ഗുണം. നല്ല ഡിസിപ്ലിൻ ആയിരിക്കും. എന്തായാലും അവൾ നിന്നോട് സംസാരിക്കുന്നുണ്ടോ? നിന്നോടെങ്ങനെയാ? എന്നോട് സംസാരിക്കും. അല്ലെങ്കിൽ നീ ഇടിച്ചേറി സംസാരിപ്പിക്കുമല്ലോ. നിന്റെ കയ്യിലാകപ്പെട്ടത് ആ കൊച്ചിൻ്റെ വിധിയാണെന്ന് ഞാൻ കരുതുള്ളൂ. പിറ്റേ ദിവസവും സ്നേഹ ലേറ്റായാണ് സ്കൂളിലെത്തിയത്. നീ എന്താ എന്നും ഞാൻ ലേറ്റാകുന്നത്? ഞാനല്ല ലേറ്റാകുന്നത്, എനിക്കൊരു മരങ്ങോടൻ കസിനുണ്ട്, അവനാ ലേറ്റാക്കുന്നത്. എന്നിട്ട് അവൻ എൻ്റെ പേര് പറയും. ആണോ? ഏത് കസിൻ? കൗശിക്, +2 പഠിക്കുന്നേ. എൻ്റെ അമ്മയുടെ മോനാ. പക്ഷേ അമ്മായി മരിച്ചുപോയി. അവൻ്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ. അങ്കിൾ രാവിലെ ഓഫീസിൽ പോകുന്നുണ്ട്. ഇവനുള്ള വീട്ടിൽ തനിച്ചാ. അപ്പോൾ തോന്നുമ്പോൾ എഴുന്നേക്കും. മിക്കപ്പോഴും ഞാൻ ചെന്ന് വിളിക്കുമ്പോഴാണ് എഴുന്നേക്കുന്നേ. ഓ, അയാൾക്ക് അമ്മയില്ലേ? ഇല്ല, ചെറുപ്പത്തിലേ മരിച്ചുപോയി. എനിക്കും അമ്മയില്ല. ആണോ? എൻ്റെ അമ്മയും എൻ്റെ ചെറുപ്പത്തിലേ മരിച്ചു. എനിക്കും പപ്പ മാത്രമേ ഉള്ളൂ. സോറി ഫോർ ദാറ്റ്. ഇറ്റ്സ് ഓക്കെ. എന്തായാലും ഇത്ര വിഷമിക്കണ്ട, നിനക്ക് ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിനവളൊന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. ദിവസങ്ങൾ കടന്നുപോയി. സ്നേഹയും മിത്രയും നല്ല സുഹൃത്തുക്കളായി. അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും ഒഴിവ് സമയം ചെലവിടാനും തുടങ്ങി. അതോടൊപ്പം സ്നേഹ മിത്രയുടെ എല്ലാ കാര്യങ്ങളും കൗശിക്കിനോട് പറയുന്നത് കൊണ്ട് തന്നെ അവനും അവളെ കാണാനുള്ള ഒരു ത്വര കൂടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം മിത്ര ക്ലാസ്സിൽ നിന്ന് കമ്പ്യൂട്ടർ ലാബിലേക്ക് വരികയായിരുന്നു. വഴിയിൽ കുറച്ച് സീനിയർ സ്റ്റുഡൻസ് നിൽക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. എന്നാലും അവൾ അവരെ മൈൻഡാക്കാതെ നടക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവർ പിന്നീന്ന് വിളിച്ചു. കുട്ടി, ഒന്ന് നിന്നേ. കുട്ടി ഇതിനു മുമ്പ് ഇവിടെ കണ്ടില്ലല്ലോ, പുതിയതാ? ഏത് ക്ലാസ്സിലാ? +1. കൊമേഴ്സാ? മുമ്പ് ഏത് സ്കൂളിലായിരുന്നു? ഏത് സ്കൂളിലാകാൻ? ഇത് മാർക്ക് കുറഞ്ഞത് കാരണം ലേറ്റായിട്ട് അഡ്മിഷൻ കിട്ടിയതായിരിക്കൂടാ, അല്ലേ? അത് പോട്ടെ, കുട്ടിയുടെ പേരെന്താ? എന്താ പേരില്ലേ? നീ എന്താ പൊട്ടിയാണോ? അതോ ഞങ്ങളെ പൊട്ടനാക്കുന്നതാണോ? എന്താണ് അവിടെ? എന്താ, എന്തു പറ്റി? അല്ലടാ, ഞങ്ങൾ ഈ കുട്ടിയെ ഒന്ന് പരിചയപ്പെടുമായിരുന്നു. എന്തിന്? അല്ല, വെറുതെ. കുട്ടി ഏത് ക്ലാസ്സിലാണ്? +1. +1 കുട്ടിയെ നിങ്ങളെന്തിനാണ് പരിചയപ്പെടുന്നത്? പോയി നിന്നെ ടീച്ചർ ലാബിൽ അന്വേഷിക്കുന്നുണ്ട്. ശരി. അവൻ അവിടെ നിന്ന് പോയി.
കുട്ടി ഏതാ ബാച്ച്? കൊമേഴ്സ്. കൊമേഴ്സാണോ? അവിടെ സ്നേഹ എന്നൊരു കുട്ടി അറിയോ? ആ, അറിയാം. അവളുടെ കസിനാണ് ഞാൻ. ഓ, കുട്ടിയുടെ പേരെന്താ? മിത്ര ആദിശേഷ്. ഓ, മിത്ര. ആ മിത്രയാണോ ഈ മിത്ര? അപ്പോൾ ആദിശേഷ് അങ്കിൾ എന്ത് പറയുന്നു? അങ്കിളിന് സുഖമാണോ? പപ്പയെ അറിയാമോ? ആ, ഇപ്പം പറഞ്ഞപ്പോൾ അറിയാം. ശരി, എന്താ ഇപ്പോൾ ഇവിടേക്ക് വന്നേ? നിങ്ങൾക്കിപ്പോൾ ലാബാണോ? അല്ല, ഞങ്ങൾക്കത് കഴിഞ്ഞു. ഞാൻ എൻ്റെ ബുക്ക് എടുക്കാൻ വന്നതാ. ഓ, ആണോ? ഓക്കെ, അപ്പോൾ താൻ വയ്ക്കും. അതും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോയി. പക്ഷേ മിത്ര അവൻ പോയി മറയുന്നത് വരെ അവളെ തന്നെ നോക്കി. കുറച്ച് കഴിഞ്ഞ് കൗശിക്കിൻ്റെ ബാച്ച് ലാബ് കഴിഞ്ഞ് തിരികെ അവിടെ ക്ലാസ്സിന് മുന്നിലൂടെയാണ് പോകുന്നത്. ആ കൂട്ടത്തിൽ അവൾ കൗശിയെ കണ്ടതും അവളുടെ കണ്ണുകൾ പുറത്തേക്ക് നീണ്ടു. ക്ലാസ് എടുക്കുന്നതിനിടയ്ക്ക് സംസാരിക്കാൻ കൂട്ടാക്കാത്തവൾ ഇപ്പോൾ ക്ലാസ് ശ്രദ്ധിക്കാതെ പുറത്തേക്ക് തന്നെ ചെരിഞ്ഞ് നോക്കുന്നത് സ്നേഹയും ശ്രദ്ധിച്ചു. ഹലോ, എന്താ ഈ തല 60 ഡിഗ്രി ചരിച്ചിരിച്ച് നോക്കുന്നേ? ആരെയാ നോക്കുന്നേ? അല്ല, ഞാൻ ആ ചേട്ടനെ നോക്കിയതാ. ഏത് ചേട്ടൻ? ദേ ആ ലാസ്റ്റ് പോകുന്ന ചേട്ടൻ. ഈ ചേട്ടനാ നേരത്തെ എന്നെ ഹെൽപ്പ് ചെയ്തേ. അതിലിത് കൗശിയല്ലേ? ആരാ? ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു കസിൻ കൗശിക്. അതായത്. ഓ, അതായിരുന്നു. എനിക്കറിയില്ലായിരുന്നു. അതിന് ഞാൻ കാണിച്ചു തന്നിട്ടില്ലല്ലോ. പിന്നെ അവനൊരു സോഷ്യൽ ബട്ടർഫ്ലൈയാ. അവൻ എല്ലാവരും ഇങ്ങനെ ഹെൽപ്പ് ചെയ്യും. അവൻ നിന്നെ ഹെൽപ്പ് ചെയ്തത് അത്ര വലിയ സംഭവമൊന്നുമല്ല. അവർക്ക് വലിയ സംഭവമല്ലെങ്കിലും മിത്രയ്ക്ക് അതൊരു വലിയ സംഭവമായി തന്നെ തോന്നി. അല്ലെങ്കിൽ അതൊരു വലിയൊരു സംഭവമായി കാണാനാണ് അവൾ ഇഷ്ടപ്പെട്ടത്. പിന്നീട് കൗശിക് എപ്പോൾ മിത്രയെ കണ്ടാലും ചിരിക്കാനും കൈ കാണിക്കാനും തുടങ്ങി. അത് മിത്രയ്ക്ക് വലിയൊരു ആനന്ദം കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നീടായപ്പോൾ കൗശിക്കും കൂടെ ലഞ്ച് സമയത്ത് അവരുടെ ഒപ്പം കൂടി. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഫുഡ് പോലും കൊണ്ടുവരാത്തവനാ ഇപ്പോൾ ലഞ്ചൊക്കെ നമ്മൾ കൂടെ ഒന്ന് കഴിക്കുന്നത്. അതെന്താ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാത്തേ? അതിന് വീട്ടിൽ തന്നുവിടാൻ ആരാ ഉള്ളത്? പക്ഷെ അങ്കിൾ കാശ് കൊടുക്കാറുണ്ട് ഫുഡിന്. പക്ഷെ അവൻ ആ കാശിന് ഫുഡ് വാങ്ങിക്കാതെ അവൻ്റെ കൂട്ടുകാർക്ക് ചിലവ് ചെയ്യും. പോടി അങ്ങോട്ട്. കാശ് കൊടുത്ത് ഫുഡ് വാങ്ങി സ്കൂളിൽ വെച്ച് കഴിക്കാൻ എനിക്ക് എന്താ വട്ടല്ലേ? അല്ല, അങ്ങനെയെങ്കിൽ കൗശിയേട്ടനുള്ള ഫുഡ് ഞാൻ കൊണ്ടുതരാം. കൗശിയേട്ടന് വിരോധം ഇല്ലെങ്കിൽ. അല്ല, അത് മിത്രയ്ക്ക് ബുദ്ധിമുട്ടാകില്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഞാൻ എടുക്കുന്ന കൂട്ടത്തിൽ ഒരു പാത്രത്തിൽ കൂടെ ആക്കണമെന്നല്ലേ ഉള്ളൂ. കൗശിയേട്ടൻ നാളെ മുതൽ ഞാൻ കൊണ്ടുവരാം. കണ്ടോടി, ഇത്ര നാളെ നീ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. എന്നിട്ട് നിനക്ക് ഒരു തവണയെങ്കിലും ഇങ്ങനെ തോന്നിയോ? എന്തായാലും മിത്ര ആഗ്രഹിച്ചതല്ലേ. പക്ഷെ എന്ന് കരുതി ബുദ്ധിമുട്ടണമെന്നില്ല കേട്ടോ. പിന്നീടുള്ള ദിവസങ്ങളിൽ മിത്ര കൗശികിന് കൂടി ഫുഡ് കരുതി. അങ്ങനെ അവർ ഒരുമിച്ച് ലഞ്ച് ടൈം ഷെയർ ചെയ്യാനും ഫ്രീ ടൈം ഷെയർ ചെയ്യാനും പുറത്ത് വെച്ച് ഒരുമിച്ച് കൂടാൻ തുടങ്ങി.
അതിനേക്കാൾ ഉപരി കൗശിക്കും മിത്രയും ഒരുപാട് അടുത്തിരുന്നു. അതുമാത്രമല്ല, മിത്രയിൽ ധാരാളം മാറ്റങ്ങളും സ്നേഹ ശ്രദ്ധിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ ലഞ്ച് ടൈമിൽ സംസാരിക്കില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ കൗശിക്കുമായി വാതോരാതെ സംസാരിക്കുന്നത് സ്നേഹ ശ്രദ്ധിച്ചു. അതുപോലെ കൗശിയും സ്നേഹയോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ മിത്രയോട് ഇടപഴകുന്നതും അവൾക്ക് മനസ്സിലായി. എന്നാലും അവൾക്കതിൽ നീരസവും തോന്നിയിരുന്നില്ല. കാരണം അവൾക്ക് രണ്ടുപേരും ഒരുപോലെയാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചില സമയങ്ങളിൽ കൗശിക്കിന് മിത്രയെ ചെറിയ സംശയമുണ്ട്. കാരണം മിത്ര ലഞ്ച് ടൈം കഴിഞ്ഞാൽ മിക്ക സമയങ്ങളിലും അവരുടെ ഒപ്പം കാണാറില്ല. അവൾ മറ്റെവിടെയെങ്കിലും പോയിട്ട് ലേറ്റായിട്ടാണ് വരാറ്. ചോദിച്ചാൽ അവൾ അതിനെന്തെങ്കിലും എക്സ്ക്യൂസും പറയും. എന്നാൽ അതത്ര കൺവിൻസിങ് ആവുകയുമില്ല. അതിലൊരു അസ്വാഭാവികത കൗശിക്കിന് തോന്നി. അങ്ങനെ ഒരു ദിവസം മിത്ര ഇതുപോലെ അവരുടെ ശ്രദ്ധ തിരിച്ച് അവരുടെ അടുത്തുനിന്ന് മറ്റെവിടേക്കോ പോകുന്നത് കൗശിക് കണ്ടു. അവനും അവളുടെ പിന്നാലെ ചെന്നു. അവൾ നേരെ പോയത് ഒരാളൊഴിഞ്ഞ മുറിയിലേക്കായിരുന്നു. അവിടെ നിന്ന് അവൾ എന്താ മെഡിസിൻ എടുക്കുന്നതാണ് കൗശിക് കണ്ടത്. ഇങ്ങനെ പാത്തും പതുങ്ങിയും അവൾ മെഡിസിൻ കഴിക്കുന്നത് എന്തിനാണെന്ന് കൗശിക്കിന് മനസ്സിലായില്ല. എന്തായാലും അവളോടത് ചോദിക്കാൻ തന്നെ കൗശിക് തീരുമാനിച്ചു.